ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി നോക്കി നോക്കി വളർത്തുക. ഉണ്ണിക്കിപ്പോൾ എത്രയായി വയസ്സ്? 40ആയി. ഇപ്പോഴും നമ്മൾ ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണിയെ നോക്കി നോക്കി വളർത്തുവാണോ? അങ്ങനെ വളർത്തേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് പേരൻറ്റിങ്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് ഘട്ടത്തിലാണോ പേരൻറ്റിങ് നിർത്തേണ്ടത് ആ ഘട്ടത്തിൽ നമ്മൾ നിർത്തുക തന്നെ വേണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അല്ലേ, നമ്മളൊരു കുഞ്ഞുണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു മാറ്റമാണ്. നമ്മൾ അത്രയും കാലം ഉണ്ടായിരുന്ന നമ്മളല്ല പിന്നെ അങ്ങോട്ടുള്ള നമ്മൾ. കാരണം ഒരു കുഞ്ഞു ജീവൻ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലേക്ക്, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ കുഞ്ഞു ജീവൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അതിൻ്റെ അമ്മയ്ക്കോ അച്ഛനുമാണ് അല്ലേ. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നു കഴിയുമ്പോൾ പല 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 മാറ്റങ്ങൾ വരും. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന പല വീരവാദങ്ങളും പിന്നെ നമുക്ക് പറയാൻ പറ്റാതാവും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ലോകം എന്താവും? ഈ കുഞ്ഞിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങും. ആ കുഞ്ഞുണന്നോ, കുഞ്ഞിന് പാല് കൊടുത്തോ, കുഞ്ഞു ഭക്ഷണം കഴിച്ചോ, കുഞ്ഞു വെള്ളം കുടിച്ചോ, കുഞ്ഞു ബാത്റൂമിൽ പോയോ, ഇന്ന് അപ്പി ഇട്ടോ, കുഞ്ഞ് മിനിഞ്ഞാന്ന് അപ്പി ഇട്ടതിന് ശേഷം പിന്നെ ഇട്ടിട്ടില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ അതായി, സ്കൂളിലേക്ക് സമയത്തിന് റെഡിയാക്കലായി, സാധനങ്ങൾ പൊതിഞ്ഞ് കൊടുത്തുവിടലായി, ഭക്ഷണം സ്നാക്സ് സ്കൂളിൽ പറഞ്ഞു വിടുന്നു, തിരിച്ചു വരുമ്പം അവരെന്തൊക്കെ ചെയ്തു എന്നറിയണം, അവർ പഠിച്ചോന്ന് നോക്കണം. ഇത് ഇങ്ങനെ പോവുകയാണ്. ഇതിനൊരു അവസാനമുണ്ടോ? ഇതിനൊരു അവസാനം ഉണ്ടായിരിക്കണം. നമ്മൾ 24 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തത് പേരൻറ്റിങ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? അവരവരുടെ സ്വന്തം കാലിൽ ആവുമ്പോൾ ഇതൊക്കെ ഒന്ന് നിർത്തി സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി ആവണം. ഒരിക്കലും ഇതെല്ലാ കാലവും തുടർന്ന് അവർ വലിയ ഒരാളായി വളർന്ന് വലുതായി അവർക്ക് സ്വന്തമായി കാലിൽ നിന്ന് അവർ സ്വന്തമായി ഒരു ജോലി ആർജിച്ച് കഴിഞ്ഞും നമ്മൾ ഈ പേരൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരരുത്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്, അത് നമ്മുടെ കൊച്ചുങ്ങളുടെ തെറ്റല്ല. അയ്യോ ഞാനില്ലെങ്കിൽ അവനൊന്നും ചെയ്യത്തില്ല, ദൈവമേ ഈ പിള്ളേരെ വിശ്വസിച്ച് കയറി കിടന്ന് ഉറങ്ങാൻ കൂടെ പറ്റത്തില്ല, ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നിട്ട് ചവന്മാർ അവരുടെ വഴിക്ക് പോകുന്നൊക്കെ 10, 20, 25 വയസ്സായ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്ന അമ്മമാരുണ്ട്. അത് ആരുടെ തെറ്റാ? ഒന്നാമത് ആ പിള്ളേരുടെ തെറ്റ്, രണ്ടാമത് നമ്മുടെ തന്നെ തെറ്റ്. നമ്മൾ ഈ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പം അവരെ അതിന് വേണ്ടിയിട്ട് എക്യുപ്ഡ് ആക്കണം. നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ തന്നെത്താനെ ചെയ്യേണ്ടതാണെന്ന് ഓർക്കണം. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ അവർക്ക് ആ ഭക്ഷണം വിളമ്പി അവരുടെ അടുത്ത് കൊണ്ടുവച്ചു കൊടുക്കുന്നു. അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകുന്നു. പാത്രം അവരെടുക്കുന്നുണ്ടോ? ആദ്യമൊന്നും അവരെടുക്കുന്നില്ല. പിന്നെ എഴുന്നേറ്റ് നടന്ന് കിച്ചണിൻ്റെ സ്ലാബിൻ്റെ ഉടം വരെ എത്തുന്ന പ്രായമാകുമ്പോൾ എന്ത് ചെയ്യണം? അവർ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് പോകണം. പല്ല് തേച്ച് കൊടുക്കുന്നത്, നമ്മൾ എത്ര കാലം കുഞ്ഞുങ്ങൾക്ക് പല്ല് തേച്ച് കൊടുക്കും? അവരൊരു ഘട്ടം എത്തിക്കഴിയുമ്പം സ്വന്തമായി പല്ല് തേക്കണം, സ്വന്തമായി കുളിക്കണം. അവരുടെ ഡ്രസ്സ് എവിടെ? അവരുടെ ബുക്സ് എവിടെ? ഇതൊക്കെ അമ്മമാരാണോ എടുത്തു കൊടുക്കേണ്ടത്? ഒരിക്കലും അല്ല കേട്ടോ. ഒരു 3ാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ഈ ബുക്സിനെയൊക്കെ പുറകെ നമ്മൾ ഈ പിള്ളേരുടെ പുറകെ നടക്കുന്നത്. 3ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ബുക്ക്, സ്വന്തം ഉടുപ്പുകൾ ഒക്കെ അവർ തന്നെ നോക്കണം. നമ്മുടെ ഈ തുണിയൊക്കെ ഇല്ലേ, കുളിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇടാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയണ്ടേ? അതുകൊണ്ട് വിരിക്കാൻ അവർക്ക് അറിയണ്ടേ? സ്വന്തം തുണിയെങ്കിലും വിരിച്ചിടാൻ അവർക്ക് അറിയണ്ടേ? സ്വന്തം തുണി നമ്മളിപ്പം നനച്ച് വിരിച്ചിട്ടു, തിരിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ മടക്കിപ്പിച്ച് അവരുടെ അലമാരി വെപ്പിക്കണം. അതൊക്കെ അവർ തന്നെ ശീലിക്കേണ്ടത്. ഇത് വേറെ ആരെങ്കിലും ചെയ്യാനിരിക്കുന്നോ? നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസിസ്റ്റൻ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് അല്ല നമ്മൾ. എല്ലാ കാലവും അവർക്ക് തുണി മടക്കി കൊടുക്കുകയും അവർക്ക് മറ്റേ ഷൂ എടുത്ത് കൈ കൊടുക്കുക, സോക്സ് 2 തപ്പിയെടുത്തുകൊണ്ട് കാലെ കയറ്റി കൊടുക്കുക, ഇങ്ങനെ എല്ലാ കാലവും മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മുടെ പേരൻറ്റിങ് നല്ലതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അത് സ്റ്റോപ്പ് ചെയ്യണം. 30 വയസ്സായും 35 വയസ്സായും 40 വയസ്സായാലും പേരൻറ്റിങ്, മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞത്, മക്കൾക്ക് 30 വയസ്സായാലും 40 വയസ്സായാലും പേരൻറ്റിങ് സ്റ്റോപ്പ് ചെയ്യാത്ത ചില അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ചില അച്ഛന്മാരുണ്ട്. അതിൻ്റെ പ്രശ്നം വരുന്നത് എന്താ? അവർക്ക് സ്വന്തമായ ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ അവിടെ അസ്വാരസ്യം ഉണ്ടാകാനാണ്, അത്തരം പ്രശ്നങ്ങൾ ആണ് അവിടെ ഉണ്ടാവുക. ഈ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരൻറ്റിങ് നിർത്താതെ വരുമ്പോൾ. കാരണം സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു ഇൻഡിവിജ്വലിനെയാണ് അല്ലേ നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്കല്ല ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്. ആ ഇൻഡിവിജ്വലിന് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഈ മറ്റേ വേറൊരാളെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്? ഈ അമ്മയോ അച്ഛനോ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇവർ ചെയ്യുമെന്ന് വിചാരിച്ചാണോ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്കാനോ നേർവഴി നടത്താനോ വേണ്ടി കല്യാണത്തിന് ഒരു മാർഗമാക്കി മാറ്റരുത്. ഒരു ദുർഗുണ പരിഹാര പാഠശാലയല്ല കല്യാണം. അപ്പോൾ ഒരു കല്യാണം കഴിച്ചാലെങ്കിലും അവൻ നന്നായാൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യില്ലേ? കല്യാണം കഴിക്കുന്നതിന് മുന്നേ നന്നാവാത്തവരാരും കല്യാണം കഴിച്ച് കഴിഞ്ഞ് നന്നാവുന്നില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഒരാളും കൂടി ഈ ദുരിതം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന അവർ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരിക്കണം. ഓരോ ഘട്ടത്തിലും അവരുടെ പ്രായം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ
അതെല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യവും അച്ഛൻ ഇതെടുത്ത് കൊടുക്കും. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ കണ്ടുപോലെ മറ്റേ പേസ്റ്റ് ബ്രഷിൽ തേച്ചൊക്കെ കൊടുത്ത് കൈ കൊണ്ട് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് വലുതായാലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഈ ആൺകുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, പെൺകുട്ടികൾക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അയ്യോ എനിക്കറിയാം ഒരു ഫാമിലി, അതായത് ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളുള്ളപ്പോഴും ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരുമ്പം അവർക്ക് കഴിക്കാനുള്ള ദോശ ചുട്ടത് മറ്റേ പാത്രത്തിലാക്കി അവർ കിടന്നുറങ്ങുന്ന ബെഡിൻ്റെ സൈഡിൽ ഉണ്ടാക്കി അടച്ചു വെച്ചേക്കും. അതിനിപ്പുറത്തൊരു പാത്രത്തിൽ പാൽ അടച്ചു വെച്ചിരിക്കും, അതിൻ്റെ ഇപ്പുറത്തൊരു പാത്രത്തിൽ നാരങ്ങൾ അടച്ചു വെച്ചേക്കും. എന്തിനാ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാൽ കുടിക്കും, പല്ല് തേച്ച് കഴിയുമ്പോൾ ദോശ കഴിക്കും, 11 മണിയാകുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കും. ഇതെല്ലാം അടക്കി സൈഡിൽ വെച്ചാണ് അമ്മ പോയേക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേർക്ക്, ആണായാലും പെണ്ണായാലും, ഒരു ഹൈസ്കൂൾ പ്രായം എത്തുമ്പോഴത്തേനും സ്വന്തമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മുട്ട പൊരിച്ചൊരു ബ്രെഡും പൊരിച്ച് കഴിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ കുക്കിംഗ് എല്ലാവരും നമ്മുടെ പെൺപിള്ളേരെല്ലാം മറ്റൊരു വീട്ടിൽ പോകേണ്ടതല്ലേ, അതുകൊണ്ട് കുക്കിംഗ് പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കരുത്. നമുക്ക് വല്ലോ കഴിച്ചും കുടിച്ചും ജീവിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ അത്രയെങ്കിലും ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. സേഫായിട്ട് സ്റ്റൗവും ഒക്കെ മറ്റേ ഉപയോഗിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ, അതായത് ഒരു 8th സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോൾ അതിനുള്ള വെളിവും ബോധമൊക്കെ നമ്മുടെ പിള്ളേർക്കാവുകയെ. അപ്പോഴെങ്കിലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു ഓംലെറ്റ് അടിച്ച് ഒരു ബ്രെഡൊക്കെ മുറിച്ച് കഴിച്ച് തിന്നാൻ അവരെ പ്രേരിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു മാഗിയെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അവർക്ക് പറ്റണ്ടേ? അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കി കൊണ്ടുപോകുന്നത്. വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതായത് അവരിരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവർ മുതിർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ സിറ്റ് ഔട്ടിലും ഒക്കെ ഇറങ്ങിയിരുന്ന് പഠിച്ചിരിക്കും. എന്തായാലും തിരിച്ച് വീടിനകത്ത് കയറുമ്പോൾ കഥ കടച്ച് കുറ്റി ഇടുകയും പൂട്ടുകയും ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മാത്രം ബോധമില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത്തരം ഉത്തരവാദിത്തങ്ങൾ, സേഫ്റ്റി, സ്വന്തം വീടിൻ്റെ സേഫ്റ്റി, നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പം വീട് പൂട്ടി വേണം പോകാനെന്നും തിരിച്ച് കയറി കഴിയുമ്പോൾ അടച്ച് കുറ്റിയിടണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറുതിലേ തന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിന് എല്ലാത്തിനും നമ്മൾ പുറകെ ഇങ്ങനെ നടക്കാനാണെങ്കിൽ നമ്മൾ എത്ര കാലം ഇങ്ങനെ നടക്കും? അങ്ങനെ എല്ലാ കാലവും നടത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പേരൻറ്റിങ് ചെയ്യുന്നത്. ഒരു ഘട്ടം എത്തുമ്പം പയ്യെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പേരൻറ്റിങ് നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ അത് ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. എന്താ കാര്യം എന്നറിയാമോ? പല ആൾക്കാർക്കും ഈ പേരൻറ്റിങ് ചെയ്ത് അതിലങ്ങ് ഒബ്സസ്ഡ് ആവും. പിന്നെ ഈ മക്കളുടെ ഈ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ കയറി അങ്ങ് ഇടപെട്ടങ്ങ് മാന്തി ഇങ്ങനെ എല്ലാം അങ്ങ് അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് ഒരു സ്വൈര്യക്കേട് അവർക്ക്. ആ സ്വൈര്യക്കേട് പിന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്കും പോകും. അതുകൊണ്ട് അതിന് പോകരുത്. അവരൊരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ലെറ്റ് ദം ഡു ദെയർ മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. എല്ലാം ഒരു മിസ്റ്റേക്കും വരാതെ അതിൽ നിന്ന് അവരെ രക്ഷിച്ച് നമ്മൾ പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ, അവർക്ക് അവരുടേതായ രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കട്ടെ, അത് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്ത് അത് ഓവർകം ചെയ്തോളൂ. എത്ര കാലം നമുക്കിങ്ങനെ ഒരു പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? അപ്പോൾ ആ their ഷെയർ ഓഫ് മിസ്റ്റേക്സ് അവരെന്തായാലും ഉണ്ടാക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരതെങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹരിക്കും. അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ദൈവമേ ഞാനത് കേട്ടപ്പോഴേ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന്. നിങ്ങൾ എന്തിനാ അത് കേട്ടപ്പോഴേ പറയാൻ പോയി അത് ചെയ്യരുതെന്ന്? അവർ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കട്ടെ. അത് ഈ ഒത്തിരി വലുതായി 10-25 ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പ്രായത്തിൽ അതിന് മുന്നേ തന്നെ പല കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പോകാതെ എവിടാ തെറ്റിയതെന്ന് ചിന്തിച്ച് അവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള സ്പേസ് അതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞാലും അയ്യോ എൻ്റെ ദൈവമേ ഞാനിവനോട് അമ്മേ പറഞ്ഞതെന്ന് പറയാൻ പോയാൽ ഒരു കാലത്തും അവർക്ക് പറ്റിയ തെറ്റ് നമ്മളോട് അവർ വന്ന് പറയാൻ പോകുന്നില്ല. നമ്മൾ അവരെ നമ്മളിൽ നിന്ന് തന്നെ അകറ്റുകയാണ്. അതേസമയം നമുക്ക് ബോധത്തോടെ അവരെ കുറ്റപ്പെടുത്താതെ അതിൻ്റെ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ കഴിവുള്ളവരാണെന്ന് നമ്മളെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും നമ്മളെടുക്കുമെന്ന് പറയും. ഇനിയിപ്പോൾ പറയുന്നില്ലെങ്കിൽ പോട്ടെ, അവർ ജീവിച്ചോട്ടെ അവരുടെ ജീവിതം. ഇത് നമുക്കും പറ്റിയിട്ടില്ലേ തെറ്റുകൾ? ഒരു തെറ്റും പറ്റാത്ത ആൾക്കാരുണ്ടോ? ആ തെറ്റുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ മക്കൾക്കും ഉണ്ടായിന്ന് വരും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരുടെ കൈ പിടിച്ച് ഓരോ ഘട്ടത്തിലും ചെയ്യിക്കാൻ പോകരുത്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ആൾക്കാരെയും ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലായിട്ട് കാണണം. അവരെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ജീവിതം ജീവിക്കാൻ വിടുക. നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ പോകരുത്. അവരുടെ എല്ലാ കാര്യവും അയ്യോ ഞാൻ ചെയ്താലേ അവനങ്ങ് ശരിയാവത്തുള്ളന്നേ, അയ്യോ ഞാൻ ഇട്ട ചായയെ അവൻ കുടിക്കത്തുള്ളന്നേ, അയ്യോ ഞാൻ തയ്ച്ച് കൊടുത്താലേ അവൻ്റെ ഷർട്ട് അവന് തൃപ്തിയുള്ളൂ, എന്ത് ചെയ്യും? ഈ ഞാനൊന്ന് കുറച്ച് ദിവസം കൊണ്ട് നീങ്ങി നിന്നേ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളും, ഞാനിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ തന്നെ സാറ്റിസ്ഫാക്ഷനാണ്. അവർക്ക് സഹായിക്കുന്നതിനപ്പുറം ഞാനിതൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മളിത് സത്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ സെൽഫിഷ് ആവുകയാണ്. നമ്മൾ പുറമേ പറയും നമ്മൾ സെൽഫിഷ് ഒന്നുമല്ല, നമ്മൾ അവർക്ക് വേണ്ടിയാണ്, നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുവാണ്, എൻ്റെ കാര്യം പോലും ഞാൻ നോക്കാതെ എൻ്റെ മക്കളുടെ കാര്യം മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയായിരുന്നു. പക്ഷേ സത്യത്തിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മളതെല്ലാം ചെയ്തത്. അതുകൊണ്ട്
നമ്മൾ സത്യത്തിൽ സെൽഫിഷ് ആവുക തന്നെയായിരുന്നു. നമ്മൾ സെൽഫിഷായി അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ വളർത്തുമ്പോൾ ഓർക്കുക, ഓരോ ഘട്ടത്തിലും അവർക്ക് ചെയ്യാനുള്ള, അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ. നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ സമയം വേണ്ടേ? എത്ര കാലം നമ്മളെ അവർ ചുറ്റിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ടൈം റെസ്റ്റ് എടുക്കാനുള്ളതാണ്. ഞാനൊക്കെ അത് ആ ഒരു കാലത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇവരെയൊക്കെ ഒന്ന് അവർ ആ വഴിക്ക് വിട്ടിട്ട് ഒന്ന് സ്വസ്ഥമാവാൻ വേണ്ടി.